കുറുവാ ദ്വീപിൽ ഡ്യൂട്ടിക്ക് വേണ്ടി പോയതാണ്. കുറുവാ ദ്വീപിൽ ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നതാണ് പോള്. അപ്പോ അവിടെ ടിക്കറ്റ് ഫുള്ളായതുകൊണ്ട് ഇയാളെ ടിക്കറ്റ് ഫുള്ളായി എന്ന് പറയാൻ വേണ്ടി അറിയിക്കാൻ വേണ്ടി ഈ ജംഗ്ഷനിൽ നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആന ഓടിച്ച് വന്ന് അന്നേരം ഇയാൾ രക്ഷപ്പെടാൻ വേണ്ടി പരമാവധി നോക്കി. ആന തുടർന്ന് ഫോളോ ചെയ്ത് ഇയാളെ വീഴ്ത്തി ചവിട്ടിയിടുകയാണ് ചെയ്തത്. ചവിട്ടി ഭാര്യയെല്ലാം മുഴുവൻ പൊട്ടി. അങ്ങനെ ക്രിട്ടിക്കൽ കേസിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. നമുക്ക് വയനാട്ടിൽ ഒരു സംവിധാനം ഉണ്ടോ? കോഴിക്കോട് എത്താൻ ഇവിടെ ഒരു എത്തുമ്പോഴത്തേക്ക് ആളുകൾ മരണപ്പെട്ടു പോയാണ്. വയനാട്ടിൽ ഒരു സംവിധാനമില്ല, വിദഗ്ധമായ സംവിധാനമില്ല. അതുകൊണ്ടാണ് ഈ പോളിന്റെ ജീവൻ പോലും ഇന്ന് നമുക്ക് നഷ്ടപ്പെടാൻ കാരണം. മെഡിക്കൽ കോളേജ് കാര്യക്ഷമമായി വയനാട്ടിലുണ്ടെങ്കിൽ ഇന്ന് ഈ പോളിന് ഈ മരണത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കാമായിരുന്നു. അപ്പൊ അത് വല്ലാത്തൊരു ഉദാഹരണമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിരവധി ജീവനുകൾ എങ്ങനെ വന്യമൃഗങ്ങൾ കവർന്നെടുക്കുകയാണ്. ഇതൊരു തുടർക്കഥയായി വയനാട്ടിൽ മാറുകയാണ്. ഇപ്പൊ ഇത് നമ്മുടെ സംവിധാനങ്ങളുടെ ഒരു അനാസ്ഥയാണ് യഥാർത്ഥത്തിൽ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ 100% അനാസ്ഥ. ഈ വയലന്റ് ആയിട്ടുള്ള അനിമൽ ഉണ്ട്, വയലന്റ് ആയിട്ടുള്ള ആനയും കടുവയും അങ്ങനെയുള്ള നാട്ടിലിറങ്ങി മനുഷ്യരെ കൊന്നൊടുക്കുന്ന അതിനെ ഷൂട്ട് ചെയ്ത് കൊല്ലണം, ഒരു സംശയവും വേണ്ട. അതിന് നിയമം ഫോറിൻ കൺട്രിയിലെ ഈ നിയമമുണ്ട്. മറ്റൊരു കാര്യം കൂടെ, ഇപ്പൊ ഈ വീട്ടിലെ അയൽവാസിയാണ് നിങ്ങൾ. ഈ വീട്ടിൽ പോളിന് ആരൊക്കെയാണ് ബന്ധുക്കളായിട്ടുള്ളത്? പോളിന് സത്യത്തിൽ ആരുമില്ല. പോളിന്റെ ഒരു ഭാര്യയും ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോള് മാത്രമേ ഉള്ളൂ. പിന്നെ പോളിന്റെ ഭാര്യ അച്ഛനുണ്ട്. അവരൊന്നും അങ്ങനെ ഇതാക്കുന്നില്ല, ആരും നോക്കാനില്ല. ഞങ്ങളൊക്കെ കൂടിയിട്ടാണ് ആ വീട് തന്നെ അന്ന് പണിതു കൊടുത്തിട്ട്. വളരെ ദയനീയമായ സ്ഥിതിയാണ്. ആ കുട്ടീന്റെ ഭാവി എന്താ? ആ പെണ്ണുങ്ങളുടെ ഭാവി എന്താ? ഓരോ കുടുംബങ്ങൾ ഇങ്ങനെ അനാഥമാകുകയല്ലേ. ഈ വയനാട്ടിൽ ഇങ്ങനെ ഓരോ ആളുകളും വിധവകളായി മാറുകയാണ്. എന്താണ് സ്ഥിതി? ഭരണാധികാരികൾ കണ്ണു തുറക്കണ്ടേ? ഭരണാധികാരികൾ അനങ്ങാപ്പാറ നയങ്ങൾ സ്വീകരിക്കാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നിസ്സംഗത പാലിക്കുകയാണ്. എന്തുകൊണ്ട് നാട്ടിലിറങ്ങി മനുഷ്യ ജീവൻ കവർന്നെടുക്കുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ തയ്യാറാകുന്നില്ല? തീർച്ചയായും വീട്ടിൽ നിന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ചെറിയൊരു വീടാണ്, തേച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ ഒരു അസൗകര്യങ്ങൾ നിറഞ്ഞൊരു വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്.